ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഉയർന്ന ഓഹരി വിലയിൽ ലാഭമെടുപ്പ് കൂടിയതോടെ റെക്കോർഡിട്ട വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 74,000 മുകളിലും നിഫ്റ്റി 22,400 മുകളിലും നേട്ടമുണ്ടാക്കി ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ ഓഹരികൾ. ഡോളറിനെതിരെ രൂപ നേട്ടത്തിൽ. ക്രൂഡ് വില കുറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൽ സംസ്ഥാനത്തെ സ്വർണ്ണവില. ഗ്രാമിന് 6,000 രൂപ കടന്നു. ഗ്രാമിന് 40 രൂപ ഉയർന്ന 6,010 രൂപയിലും പവന് 320 രൂപ കൂടി 48,080 വ്യാപാരം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 6 ദിവസം കൊണ്ട് പവന് കൂടിയത് 1,760 രൂപ. 3% GSTയും 5% പണിക്കൂലിയും ചേർത്താൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ 52,000 രൂപ നൽകണം. രാജ്യവ്യാപകമായി ചികിത്സാ നിരക്ക് ഏകീകരിക്കാൻ ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചന ഈ വാരം. നീക്കം സർക്കാർ സ്വകാര്യ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ചികിത്സാ ചെലവ് സംബന്ധിച്ച സുപ്രീം കോടതി പരാമർശങ്ങൾക്ക് മറുപടിയായി. നിരക്ക് ഏകീകരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന് സ്വകാര്യ ആശുപത്രികൾ. രാജ്യത്തെ ഓട്ടോമൊബൈൽ റീറ്റെയിൽ വിൽപ്പനയിൽ വർധന. ഫെബ്രുവരിയിൽ വിൽപ്പന 13% കൂടി. 2.03 ദശലക്ഷം യൂണിറ്റായെന്ന ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷനുകളുടെ കണക്ക്. യാത്രാവാഹനങ്ങളുടെ വിൽപ്പനയിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയത് 12% വാർഷിക വളർച്ച. വാണിജ്യ വാഹന വിഭാഗം നേടിയത് 5% വളർച്ച. ഫോമുല 1 വേണ്ടിയുള്ള ഇന്ധനം നിർമ്മിക്കാൻ IOC 3 മാസത്തിനുള്ളിൽ അഡ്രിനാലിൻ പമ്പിംഗ് ഫോമുലയിൽ ഉപയോഗിക്കുന്ന ഇന്ധന നിർമ്മാണം തുടങ്ങും. റോഡ് റേസിംഗിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നിർമ്മിക്കുന്ന ആദ്യ ഇന്ധന കമ്പനി എന്ന നേട്ടം IOCക്ക്. ഇനി ട്രെയിനിൽ ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള ഭക്ഷണം സ്വിഗ്ഗി വഴി യാത്രക്കിടയിൽ ലഭിച്ചാലോ? ഇതിനായി റെയിൽവേയും സ്വിഗ്ഗിയും തമ്മിലൊരു ധാരണയായിട്ടുണ്ട്. IRCTCയുടെ ഈ കാറ്ററിംഗ് പോർട്ടൽ വഴി ഓർഡർ ചെയ്താൽ ഇഷ്ടഭക്ഷണം യാത്ര ചെയ്യുന്നയാളുടെ സീറ്റിലെത്തും. ആദ്യഘട്ടത്തിൽ സേവനം ലഭിക്കുന്നത് ബംഗളൂരു, ഭുവനേശ്വർ, വിശാഖപട്ടണം, വിജയവാഡ എന്നീ നഗരങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ 59-ലധികം സ്റ്റേഷനുകളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കും. സ്വിഗ്ഗി ആപ്പിലോ IRCTC ആപ്പിലോ PNR നമ്പർ നൽകി നിർദ്ദിഷ്ട സ്റ്റേഷനിൽ എത്തുന്ന വിധത്തിൽ ഭക്ഷണം ഓർഡർ ചെയ്യാം. ഇനി നമ്മൾ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിപണി രാവിലെ ഒരു റെക്കോർഡ് കുറിച്ചിരുന്നു. ആ റെക്കോർഡ് കുറിച്ചതിന് ശേഷം ഒരു ചാഞ്ചാട്ടത്തിലാണ്. വലിയ നേട്ടമോ വലിയ നഷ്ടമോ ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയുള്ള ഒരു വ്യാപാരമാണ് വിപണിയിൽ നടക്കുന്നത്. ദേശീയ ഓഹരി വിപണി നിഫ്റ്റി 22,509 വ്യാപാരം നടക്കുന്നത്. 36 പോയിന്റ് ഉയർന്നാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി, ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓഹരികൾ ഇന്ന് ഇടിവിലാണ്. അതേസമയം നേരിയ നേട്ടത്തിലാണ് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ എന്ന് കാണാൻ സാധിക്കും. ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 83 പോയിന്റ് ഉയർന്ന് 74,169 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ഡോളർ റുപ്പി വിനിമയ നിരക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രൂപയ്ക്ക് നേട്ടമാണ്. 27 പൈസ ഉയർന്ന് 82 രൂപ 79 പൈസ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. നമ്മോടൊപ്പം മാർക്കറ്റ് വിശകലനത്തിനായി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും രാവിലത്തെ ആ ഒരു റെക്കോർഡിൽ നിന്ന് ഒരു ചാഞ്ചാട്ടം. കഴിഞ്ഞ ദിവസം ജെറോം പവലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു, പലിശ നിരക്ക് അത് കുറയ്ക്കുന്നത് അതിനൊരു സമയപരിധിയില്ലാന്ന്. അതിനുശേഷം ഡോളറിന്റെ മൂല്യത്തിലാണെങ്കിലും വിപണികളിലാണെങ്കിലും ഒക്കെ പ്രത്യേക ഒരു പ്രതികരണം കാണാൻ സാധിച്ചു. ഇനിയുള്ള ഒരു വ്യാപാരം എങ്ങനെയായിരിക്കും? ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മാർക്കറ്റ് പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ, നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 90 പോയിന്റിന്റെ റേഞ്ചിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് കാലത്തോട്ട് ഉള്ളത്. ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റി ഓപ്ഷൻസിന്റെ വീക്കിലി എക്സ്പയറി ആണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. മാർക്കറ്റ് നാളെയും മാർക്കറ്റിനൊരു ഹോളിഡേ ആണ്. അടുത്ത 3 ദിവസം മാർക്കറ്റില്ല. ഇനി തിങ്കളാഴ്ച മാത്രമേ മാർക്കറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങളും മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിൽക്കുവാൻ സാധിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഇന്ന് വൈകിട്ട് ജെറോം പവലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ 8 മണിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അതിനുള്ളിൽ കിട്ടും. അതായത് എപ്പോഴത്തേക്ക് US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, എന്നത്തേക്ക് കുറയ്ക്കും, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് 2-3 പ്രാവശ്യം. പിന്നെ ഈ 2024 കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്ന് കുറയ്ക്കൽ ആരംഭിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും കൃത്യമായിട്ടൊരു ധാരണ
ഫെഡറൽ റിസർവ് ചെയർമാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും മാർക്കറ്റിനും കമ്പനികൾക്കും അതൊരു പോസിറ്റീവ് ആയിരിക്കും. അതിന് പുറമെ ഇന്ത്യയിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും മാർക്കറ്റ് വ്യൂവിന്റെ പ്രേക്ഷകർക്കായി ഒരു കാർഡ് ഇന്ന് 24ന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ നൽകും. ഇതിന് താഴെ വിപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാം. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ചോദ്യത്തിന് ക്യാഷ് പ്രൈസ് ഉണ്ട്. മാർക്കറ്റ് വ്യൂ കാണാനും സമ്മാനം നേടാനും മറക്കണ്ട. മാർക്കറ്റ് വ്യൂവിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകിട്ട് 4:45 വീണ്ടും കാണാം. നമസ്കാരം. ബാക്ക് ടു ഹാഷ്മി.